നമസ്കാരം. ഇപ്പോൾ വന്നത് ആരെയും വിമർശിക്കാനൊന്നല്ല കേട്ടോ. ആദ്യമേ പറയാം, കാരണം പൊതുവേ ഞാൻ വീഡിയോയുമായിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും നിവൃത്തികേട് കൊണ്ട് വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്കിപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മികച്ച വരുമാനം ഉറപ്പാക്കുന്ന ഒരു സർക്കാർ പദ്ധതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റുണ്ടായിട്ടും 5000-നും 10000-നും 12000-നൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മികച്ച വരുമാനം ഉറപ്പാക്കുന്ന ഒരു സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാവണം, ജയിലിൽ അടയ്ക്കപ്പെടണം എന്നുള്ളത് മാത്രമാണ്. കാരണം ഇത്രയും കാലം ജയിൽ പുള്ളികൾക്ക് കിട്ടിയിരുന്ന വരുമാനം എന്ന് പറയുന്നത് ദിവസം 60 രൂപ മുതൽ 100 രൂപ വരെ മാത്രമായിരുന്നു. അത് സർക്കാർ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഏകദേശം 530 രൂപ മുതൽ 630 രൂപ വരെയൊക്കെയാണ് സർക്കാർ ഇനി മുതൽ കൊടുക്കാൻ പോകുന്നത് എന്നാണ് അറിഞ്ഞ വിവരം. അപ്പോൾ എത്രത്തോളം ഈ വരുമാന വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ശരിക്കും കണക്കൂട്ടിയാൽ മതി. ഇനി നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ നമ്മുടെ ശിവൻകുട്ടി അണ്ണനോട് ചോദിച്ചാൽ മതി. മൂപ്പര് കണക്കിൽ പുലിയാവുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ വിശദീകരണം തരും. അപ്പം എന്തായാലും ഒരു 600 രൂപ ആവറേജ് കണക്കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ തന്നെ മാസത്തിൽ 30 ദിവസം കണക്കൂട്ടിയാൽ മതി. 31 എടുക്കണ്ട, 30 എടുത്താൽ തന്നെ 18,000 റുപ്യ നിങ്ങൾക്ക് മാസവരുമാനം ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ്. അങ്ങനെ പറയാനുള്ള കാരണം അവിടെ ലീവ് ഒന്നുമില്ല. 30 ദിവസമാണെങ്കിൽ 30 ദിവസം പണിയെടുക്കേണ്ടി വരും. അപ്പോൾ 600 റുപ്യ വെച്ചിട്ട് 30 ദിവസം ജോലി ചെയ്താൽ 18,000 റുപ്യ വക്കും പണിയും പൊട്ടാണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതിന് പുറമെ സൗജന്യ താമസവും ഭക്ഷണവും സർക്കാർ വക തന്നെ ഉണ്ട്, സുരക്ഷ വേറെ. അപ്പോൾ ഇപ്പോഴത്തെ കണക്കിൽ ഇത്രയും വർധന വന്ന സ്ഥിതിക്ക് ഭാവിയിൽ എന്തായാലും ഒരു പെൻഷൻ കൂടി വരാനുള്ള സാധ്യതയൊക്കെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആഞ്ഞ് പരിശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടിസ്ഥാന യോഗ്യത ആകെയുള്ളത് എന്തേ ഉള്ളൂ, ഒരു ജയിൽ പുള്ളി ആവണം എന്നുള്ളത് മാത്രമാണ്. റിമാൻഡ് പ്രതി ആവരുത് കേട്ടോ. പ്രത്യേകം ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിമാൻഡ് പ്രതികൾക്കൊന്നും ഈ വരുമാനം കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പം എന്തായാലും ഇതിനു വേണ്ടി പരിശ്രമിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് പരിശ്രമിച്ച് ഇതിൽ ജോലി കിട്ടട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇത് പ്രഖ്യാപിച്ചത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. ഇപ്പം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്ന് പറയുന്നത് കക്കുക, മുക്കുക, നക്കുക, കൊടി കുത്തുക എന്നുള്ളതൊക്കെയാണ്. ഇതൊന്നും ജയിലിൻ്റെ അകത്ത് അനുവദിക്കില്ല. അപ്പം അവർക്ക് അങ്ങനെയുള്ള ആളുകൾ ഒരുപാടെണ്ണം, ആ പാർട്ടിയിലുള്ള ഒരുപാടെണ്ണം ഇപ്പം ജയിലിൻ്റെ അകത്ത് കിടക്കണമുണ്ട്, പല പല കേസുകൾ കാരണം. അത് അഴിമതി ഉണ്ട്, സ്വർണ്ണ കടത്തുണ്ട്, അതുമാതിരി തന്നെ ബാങ്ക് കൊള്ള, ബാങ്ക് തിരിമറി, സ്വർണ്ണക്കടത്ത്, സ്വർണ്ണ പാളിക്കടത്ത്, ഇങ്ങനെ പല കേസുകളിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അവർക്കൊന്നും നേരാവണ്ണം പണിയെടുക്കാനൊന്നും പറ്റില്ല. കാരണം അറിയാവുന്ന പണികളൊന്നും ഇവർക്ക് അറിയാവുന്ന ഒരു പണിയും ജയിലിൻ്റെ അകത്തോട്ട് അനുവദിക്കണമില്ല. അപ്പം അത്തരക്കാർക്കൊരു വരുമാനമാണല്ലോ. അപ്പം അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പുതിയ പദ്ധതിയാണ് ഇത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഇത് പ്രഖ്യാപിച്ച സർക്കാരിനൊരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
നിങ്ങൾ പൊതുവെ പ്രഖ്യാപിക്കാറ് നിങ്ങളുടെ ആളുകൾക്ക് മാത്രം വരുമാന മാർഗം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ മാത്രമാണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ ആളുകൾ മാത്രമൊന്നല്ല അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതായത് കമ്മികൾ മാത്രമൊന്നല്ല അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഒരുപാട് കൊങ്ങിമൂരി സംഘി സുഡാപ്പികളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറേ ബംഗാളി ഉണ്ട്, ബീഹാറി ഉണ്ട്, കയ്യില്ലാത്തവനുണ്ട്, കാലില്ലാത്തവനുണ്ട്, തെലുങ്കന്മാരുണ്ട്, അണ്ണന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം സർക്കാർ ഈ പ്രഖ്യാപിച്ച വരുമാനം ഇപ്പം അവർക്കും കൂടി കൊടുക്കേണ്ടി വരുമല്ലോ. എന്താ ചെയ്യുക? അപ്പം നിങ്ങളുടെ ആളുകൾക്ക് മാത്രമൊന്നും ആവില്ല കിട്ടുക, മറ്റവർക്കും കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലാണ്. പ്രത്യേകിച്ചും നിങ്ങൾ അവരെയൊക്കെ എതിർക്കുന്ന സാഹചര്യത്തിൽ മറ്റവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് എന്നുള്ളത് ചിന്തിക്കാതെയാണ് ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താ ചെയ്യുക? എന്തായാലും പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അത് നടപ്പിലാവും, അവിടെയുള്ള ആളുകൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, അതായത് കുറഞ്ഞ വേതനത്തിന് ജോലി എടുക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടായിട്ടും 5000-നും 10000-നും 15000-ത്തിനൊക്കെ പണിയെടുക്കുന്ന ആളുകൾക്ക് എങ്ങനെ നോക്കിയാലും ഈ ഒരു പദ്ധതി വളരെയധികം ഉപകാരമാണ്. കാരണം 600 റുപ്യ ആവറേജ് കണക്ക് കൂട്ടിയാൽ തന്നെ 18000 റുപ്യ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പരിശ്രമിക്കുക, കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ജയിലിൻ്റെ അകത്ത് പ്രതിയായിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരെടുത്ത് ഒരു അപേക്ഷ കൂടിയുണ്ട്. നിങ്ങൾ പോകുമ്പോഴേ നിങ്ങൾക്ക് എന്തായാലും വരുമാനം ഉറപ്പാണല്ലോ. പോകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരം കൂടി ചെയ്തിട്ട് പോയാൽ വളരെയധികം ഉപകാരമായിരുന്നു എന്നാണ് ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ പോകുമ്പോൾ എന്തായാലും കൊലക്കേസൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് എന്താ പറയുക, ധൈര്യം വേണ്ട ആളുകളൊക്കെയാണ് ചെയ്യുക, അല്ലെങ്കിൽ വൃത്തികേടോണ്ടൊക്കെ പല ആളുകളും ചെയ്യുക. അതൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ വേറെ ഉപകാരമുണ്ട്, കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ടാവും ജയിലിൻ്റെ അകത്തൊക്കെ. മാത്രമല്ല എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം എത്തുമ്പോൾ ഉറപ്പും കിട്ടും, നിങ്ങളെയൊന്നും തൂക്കി കൊല്ലുന്നില്ല. നിങ്ങളൊരാളെ കൊന്നാലും എന്തുണ്ടാവില്ല, നിങ്ങളെ തൂക്കി കൊല്ലാനൊന്നും പോണില്ല. കയറിപ്പോയ ഒരു 10-12 കൊല്ലം അതിൻ്റെ അകത്ത് കിടക്കും. അപ്പം അങ്ങനെ കിടക്കുകയാണെങ്കിൽ തന്നെ 18000 റുപ്യ വെച്ചിട്ട് മാസം കിട്ടും ചെയ്യും. നല്ലൊരു വരുമാനമാണ്. ചിലപ്പോൾ ഭാവിയിൽ അതിൻ്റെ പേരിൽ പെൻഷനൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ പോണ വഴിക്ക് ആരെങ്കിലുമൊക്കെ കൊന്നിട്ട് പോവുകയാണെങ്കിൽ വളരെയധികം നല്ലത്. കൊല്ലുമ്പോൾ എന്താ വെച്ചാൽ നാടിനും നാട്ടുകാർക്കൊന്നും ഒരു ഉപകാരം ചെയ്യാത്ത, എന്നാൽ വീട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി മാത്രം പണിയെടുക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. ഒരു കാരണം ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതൊരു ഉപകാരമാണ്, നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം ജയിലിനകത്ത് കിട്ടണമുണ്ടല്ലോ. അപ്പോൾ ജനങ്ങൾക്കൊരു ഉപകാരം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനോട് ജനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ഗൗരവതരമായിട്ട് തന്നെ ചിന്തിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ പേരിലൊന്നും ചെയ്യേണ്ട, നിങ്ങൾ വളരെ അധികം ചിന്തിച്ച് ആലോചിച്ച് കൃത്യമായൊരു നിഗമനത്തിലെത്തി എന്തായാലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു പദ്ധതി വൻ വിജയമാക്കി തീർക്കാൻ സഹകരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇതുകൊണ്ട് പല ആളുകൾക്കും ഗുണമുണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം പറഞ്ഞതാരും മറക്കണ്ട, വളരെ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും മികച്ച വരുമാനം ഉറപ്പാക്കുന്ന ഈ ഒരു പദ്ധതി നിങ്ങളൊക്കെ വൻ വിജയമാക്കി തീർക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അതിനു വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും വളരെയധികം ഉത്സാഹത്തോടു കൂടി പരിശ്രമിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാണ് കേട്ടോ.